അങ്ങനെയാണെങ്കിൽ ഡീസൽ വാഹനം ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ അഥവാ ഇപ്പം ഒരു ഡീസൽ വാഹനം എടുക്കുന്നത് നല്ലതാണോ? BS6 വന്നതിന് ശേഷം തൊട്ട് DPF ഇഷ്യൂ എന്ന് പറഞ്ഞ് നമ്മൾ പലരും കേൾക്കാറുണ്ട്. അപ്പോൾ ഡീസൽ വാഹനം എടുക്കണം, ആരെടുക്കാൻ പാടില്ല? ഡീസൽ വാഹനം എടുക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഓടി വരുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് വാഹനത്തിൻ്റെ മൈലേജ്. അതായത് ഡീസൽ വാഹനത്തിൻ്റെ മൈലേജ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഡീസൽ എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വേറെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡീസലിൻ്റെ വില കുറവാണ്. അതുകൊണ്ട് തന്നെ കൊടുക്കുന്ന പൈസയ്ക്ക് കൂടുതൽ ഫ്യൂവൽ, അതായത് പെട്രോളിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഫ്യൂവൽ കിട്ടുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് രണ്ടല്ല 3 കാര്യങ്ങൾ വരും. പവറിൻ്റെ കാര്യം, അതായത് ടോർക്ക് കൂടുതൽ ഡീസലിനുണ്ട്. അപ്പോൾ ടോർക്ക് കൂടുതൽ വരുമ്പോഴാണ് നമുക്ക് റൈഡിങ്ങിൽ ഒരു പവർ എന്ന് പറഞ്ഞാൽ അതൊന്ന് വേറെ തന്നെയായിരിക്കും. അതായത് ടോർക്ക് കൂടുതലുള്ളതുകൊണ്ട് തന്നെ വലിച്ചുകൊണ്ട് പോകുന്നൊരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ഡീസൽ വാഹനം ഓപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം തരുന്നത്. അങ്ങനെയാണെങ്കിൽ ഡീസൽ വാഹനം ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ അഥവാ ഇപ്പം ഒരു ഡീസൽ വാഹനം എടുക്കുന്നത് നല്ലതാണോ? ഇങ്ങനൊരു സംശയം നിങ്ങളുടെ മനസ്സിൽ കാണുമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സംശയത്തിനൊരു കൃത്യമായിട്ടൊരു പിക്ചർ ഞാൻ ഉണ്ടാക്കിത്തരാം. ഹായ്, നമസ്കാരം. ഞാൻ രാകേഷ് MG ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ആദ്യം തന്നെ ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, ഡീസൽ വാഹനത്തിൻ്റെ ശരിക്കുള്ള പ്രശ്നം എന്താണ്? BS6 വന്നതിന് ശേഷം തൊട്ട് DPF ഇഷ്യൂ എന്ന് പറഞ്ഞ് നമ്മൾ പലരും കേൾക്കാറുണ്ട്. അപ്പോൾ DPF ഇഷ്യൂ എന്താണ്? വാർണിംഗ് ലൈറ്റ് കാണിക്കുന്നു, പൊല്യൂഷൻ കറക്റ്റ് ആകുന്നില്ല, ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ സ്ഥിരം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഡീസൽ വാഹനം എടുക്കണം, ആരെടുക്കാൻ പാടില്ല? ആദ്യം തന്നെ ഞാൻ പറയട്ടെ, പെട്രോൾ വാഹനത്തിന് ഇങ്ങനൊരു പ്രശ്നം വരുന്നില്ല. നിങ്ങൾ കൂടുതൽ ഡ്രൈവ് ചെയ്താലും കുറച്ച് ഡ്രൈവ് ചെയ്താലും ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ പെട്ടെന്നോ പ്രത്യേകിച്ചോ വരാനില്ല. എന്നാൽ അതേ സ്ഥാനത്ത് ഡീസൽ വാഹനം അങ്ങനെയല്ല. BS6 വന്നപ്പോഴേക്കും ആഡ് ബ്ലൂവും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് പൊല്യൂഷൻസ് കുറയ്ക്കാൻ എന്ന് പറഞ്ഞാൽ ഡീസലിൽ നിന്നും വരുന്ന നോക്സിന് ഏറ്റവും കൂടുതൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ആഡ് ബ്ലൂവും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് അത് ഇതിനകത്ത് തന്നെ ക്ലിയർ ചെയ്തിട്ട് പുറത്തോട്ട് അതിൻ്റെ എക്സോസ്റ്റ് വിടുന്നതിൻ്റെ കാര്യം. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ടെമ്പറേച്ചർ, അതായത് ഒരു 400 ഡിഗ്രി സെൽഷ്യസിനൊക്കെ മേളിലോട്ടുള്ള ടെമ്പറേച്ചർ വന്നാൽ മാത്രം ഇതിൻ്റെ പാർട്ടിക്കുലേറ്റഡ് ഫിൽറ്റേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ DPFൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഡീസൽ വാഹനം പലരും മൈലേജും ഡീസലിൻ്റെ കോസ്റ്റ് കുറവാണ് എന്നൊക്കെ വിചാരിച്ച് വാങ്ങുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പണി കിട്ടാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ വാഹനം വാങ്ങും, വളരെ ഓട്ടം കുറവായിരിക്കും, ചിലപ്പം മാസത്തിൽ 2 തവണയൊക്കെ നമുക്ക് ഡ്രൈവ് വരത്തുള്ളൂമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു 2 തവണയൊക്കെ ഡ്രൈവ് വരത്തുള്ളൂ, ഈ വാഹനം വളരെ കുറച്ചേ ഓടത്തുള്ളൂ. ഈ പറഞ്ഞൊരു പൊല്യൂഷൻ്റെ സർക്കുലേഷൻ കൃത്യമാകില്ല, അഥവാ ഇതിൻ്റെ പൊല്യൂഷൻ ക്ലിയർ ചെയ്യാനുള്ളൊരു ഫംഗ്ഷൻ ഒന്നും ഇവിടെ നടക്കത്തില്ല. അങ്ങനെ നടക്കാതെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ഉറപ്പിക്കാം, നിങ്ങളുടെ വാഹനത്തിന് കംപ്ലയിൻറ്റ്സ് കൂടത്തേ ഉള്ളൂ. അതായത് നമ്മൾ മെയിനായിട്ട് ഡീസൽ വാഹനം എടുത്ത് എന്തുകൊണ്ടാണ്? മൈലേജ് കിട്ടും, പവർ കിട്ടും എന്നൊക്കെ ഉള്ള രീതിയിലാണ് എടുത്തത്. പക്ഷേ ഇവിടെ നമുക്ക് ഈ 2 കാര്യങ്ങളും കിട്ടുമ്പോൾ ഇവിടെ വരുന്നൊരു പ്രശ്നം എന്താണ്? നമുക്കൊരു കംപ്ലയിൻറ്റും ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, എൻ്റെ പേഴ്സണൽ സജഷനാണ്, ഡീസൽ വാഹനം എടുക്കുന്ന വ്യക്തികൾ നല്ല ഡ്രൈവ് ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇയർലി ഒരു 10,000 കിലോമീറ്റർ എങ്കിലും മിനിമം ഡ്രൈവ് ഉള്ള ആൾക്കാർ മാത്രം ഡീസൽ വാഹനം എടുക്കുക. അല്ലാത്തവർ ഡീസൽ വാഹനം എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പെട്രോൾ വാഹനം തന്നെയായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ്, കാരണം മെയിൻ്റെനൻസ് വളരെ കുറവായിരിക്കും. ഇനി ടോർക്ക് കൂടിയ വാഹനം വേണമെന്നുണ്ടെങ്കിൽ ടെർബോ ടൈപ്പ് പെട്രോൾ വാഹനങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. അതാകുമ്പോഴത്തേക്കും ഒരു ഇഷ്യൂസും വരുന്നില്ല, എത്ര നാൾ വേണമെങ്കിലും പ്രശ്നങ്ങളൊന്നും കൂടാതെ അത് ഓടുകയും ചെയ്യും. സർവീസ് കറക്റ്റ് ആണെങ്കിൽ അതും കൂടെ ഓർത്ത് വെച്ചോണം. ഇനി സർവീസ് കറക്റ്റ് അല്ല, എൻ്റെ വാഹനത്തിന് പെട്ടെന്ന് കംപ്ലയിൻറ്റ് വന്നു എന്ന് പറഞ്ഞാൽ തെറ്റാണ്, അങ്ങനെ വിചാരിക്കരുത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. ഇനി എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ ഇട്ടേക്കുക. കാണുന്ന അനുസരിച്ച് ഞാൻ ഉറപ്പായിട്ട് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും.